ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ക്രയോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം റിവ്യൂ പ്ലസ് ഒരു അൺബോക്സിങ്. അപ്പം ഇതിനകത്ത് ഒരു പാക്കേജ് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ സാധാരണ പാക്കേജ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. വേറെ സ്വിസ് ബ്യൂട്ടിയുടെ വേറെ ഒരു പാക്കേജ് പോലും എൻ്റെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത് ഓർഡർ ചെയ്ത ഷെയ്ഡെന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് നോഡ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 250 രൂപയാണ്. എനിക്കിത് 180 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫർ വൈസ് കിട്ടി. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ ലിപ്സ്റ്റിക്കാണ് കിട്ടുന്നത്. ഷെയ്ഡ് വന്നിട്ട് ആർട്ടിസ്റ്റ് നോഡ്. ഇതിനകത്ത് 3 grams ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു ഡസ്കി പ്ലസ് പിഗ്മെൻറ്റഡ് ലിപ്സ് ആയതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പം ഇതിന് പ്ലാസ്റ്റിക് കോട്ട് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് കവർ മാറ്റി കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് 6 മന്തിനുള്ളിൽ ഇത് യൂസ് ചെയ്ത് തീർക്കണം എന്നാണ് പറയുന്നത്. എക്സ്പയറി ഡേറ്റ് ഉണ്ട്, എന്നാലും 6 മാസം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 250 രൂപയാണ്. പിന്നെ 8 to 12 hours ഇത് സ്റ്റേ ചെയ്യും. പിന്നെ ഇത് മാറ്റ് ഫിനിഷാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ലിപ്സിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് മീഡിയം ടു ലൈറ്റ് സ്കിന്നുകാർക്ക് ഒരു പെർഫെക്റ്റ് ന്യൂഡ് കളറായിരിക്കും. അപ്പം എനിക്കിത് തുറന്നു വന്നപ്പോഴേ അതിൻ്റെ ലിപ്സ്റ്റിക്കിന് ഫ്രണ്ടൊക്കെ പൊട്ടിപ്പോയിട്ട് അത് ക്യാപ്പിൽ തന്നെ ഇരിക്കണം. ഞാൻ കുറേ പുഷ് ചെയ്തൊക്കെ നോക്കി, പക്ഷേ ബാക്കി പ്രോഡക്റ്റ് എനിക്ക് വെളിയിലോട്ട് വരുന്നില്ലായിരുന്നു. ഫസ്റ്റ് കാണുന്ന എനിക്ക് ആ ലിപ്സ്റ്റിക്ക് ബ്രോക്കൺ ആയിട്ടാണ് കിട്ടിയത്. എനിക്ക് ഈ പ്രോഡക്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ മോർ വീഡിയോസ്.